ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് അച്ഛനും അമ്മയും നമുക്ക് ഒരുപോലെ പ്രാധാന്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ജീവിതത്തിൽ അവരില്ലാതെ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവർ. ഏതൊരു അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ചില അമ്മമാരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യം പങ്കുവെക്കാനായിട്ട് തോന്നി. നമുക്കറിയാം, ഒരു ജനനം എന്ന് പറയുന്നത് ഒരുപാട് ത്യാഗങ്ങളും അതുപോലെ തന്നെ സഹനം എല്ലാം സഹിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു ജനനം നടക്കുമ്പോൾ ഒരു അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മൾ ഒരു ജന്മം കൊള്ളുന്നത് മുതൽ, നമ്മുടെ വയറിൽ ഒരു ജന്മം കൊള്ളുന്നത് മുതൽ പ്രസവം വരെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടുകളാണെങ്കിലും സഹിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ അത് അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ജീവൻ നമുക്ക് പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം അത് ഒരു അമ്മ എന്നല്ല, എല്ലാ അമ്മമാരും അതേ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ത്യാഗങ്ങളും സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ഈ കുഞ്ഞ് ജനിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മളാണ് കുഞ്ഞിനെ ജനിപ്പിക്കുന്നത്. അപ്പം ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്തേണ്ട കടമയും നമുക്ക് അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ട് അല്ലേ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തേണ്ട കടമ നമുക്കുണ്ട്. ആ കുഞ്ഞ് വളർന്നു വലുതായിട്ട് നമ്മളെ നോക്കേണ്ട കടമ അവർക്ക് ഉണ്ട്. പക്ഷെ അവർ നോക്കുകയാണെങ്കിൽ നോക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം ഒരു അമ്മയാവില്ല. ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും നമ്മൾ അമ്മയായാൽ മാത്രമാണ് ശരിക്കും ഒരു അമ്മയായി തീരുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ജനിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല അവരെ വളർത്തിക്കൊണ്ടുവരിക. അതിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പലതും നമുക്ക് സഹിക്കാണ്ടാവും. ഡെലിവറി കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ജനനം മുതൽ നമ്മൾ ഓരോ രാത്രികളിൽ നമ്മൾ ഉറക്കൊഴിച്ച് കുട്ടിക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ നമ്മൾ സഹിക്കണം അല്ലേ. ഒരു എന്താ പറയുക, ഒന്ന് കരക്കെത്തുന്നത് വരെ നമ്മൾ എന്തൊക്കെ പലതും സഹിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ നോക്കി വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ചിലർ പറയണത് കേൾക്കാം, ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ചതാണ്. 10 മാസമൊന്നുമില്ല കണക്ക് പ്രകാരം, എന്നാലും പറയുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ പറയുക. 10 മാസം നൊന്ത് പ്രസവിച്ചതാണ്. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ലോകത്ത് ഒരമ്മയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെന്നെ വളർത്തിയുണ്ടാക്കിയത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെയൊക്കെ തന്നെയാണ് തങ്ങളുടെ മക്കളെ വളർത്തുന്നത് അല്ലേ. അപ്പോൾ തങ്ങൾക്ക് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലങ്ങളിൽ ലഭിക്കാതിരുന്ന സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കിട്ടാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കാനായിട്ട് നോക്കും അല്ലേ. നമ്മുടെ മക്കളൊരു വിഷമം അറിയരുത് അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ട് നമ്മളതെല്ലാം നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കും. അത് ഏതൊരു അമ്മയും അച്ഛനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരിക. അവർക്ക് പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട കാലഘട്ടമായി, സ്കൂളിൽ ചേർത്തു, പഠിത്തങ്ങളായി, പിന്നെ ഉയർന്ന വിദ്യാഭ്യാസങ്ങളായി, അതുപോലെ അവരുടെ ജീവിതം അല്ലെങ്കിൽ ജോലി അതെല്ലാം അല്ലേ. പിന്നെ അവർക്ക് അവരുടെ വിവാഹം കഴിഞ്ഞാലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് അവർക്ക് മക്കളായി കഴിഞ്ഞാലും അവരുടെ മക്കളെ നമ്മൾ നോക്കി പരിപാലിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ മക്കളെ ജനിച്ചു കഴിഞ്ഞാൽ അത് തൊട്ട് തുടങ്ങുകയായി നമ്മുടെ ജീവിതത്തിലെ ആസ്വാദനം നമ്മൾ നിലപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ മക്കൾക്ക്, നമ്മൾ ജീവിക്കാൻ മറന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. 10 രൂപ കിട്ടിയാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയില്ല. ഇന്നിപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്ന സമയത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നമ്മുടെ കാലഘട്ടങ്ങളിലും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരുത്തരും മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞാൽ അതിന് പിന്നീട് കുറച്ച് പ്രായമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ എല്ലാം ഏൽപ്പിച്ച് നമ്മുടെ മക്കൾ ചെയ്തു തരുന്നതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം അല്ലേ. നോക്കാത്ത മക്കളുണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആവില്ല. നോക്കുന്ന മക്കളുടെ കാര്യം ഞാൻ പറയുന്നത്. നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക്, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നുകിൽ ചിലപ്പോൾ അച്ഛൻ മാത്രം അല്ലെങ്കിൽ അമ്മ മാത്രമുള്ള വീടുകളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് സ്വയം ഒരു അപകർഷതാബോധമാണോ അതോ അവർക്ക് തങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പോരാ എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന, എന്ത് കിട്ടിയാലും അത് സന്തോഷം എന്ന് കണ്ടെത്തുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ ജീവിതത്തിൽ എല്ലാം സന്തോഷമായിട്ട് കണ്ടെത്തിയിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കും. എന്ത് കിട്ടിയാലും തൃപ്തിയില്ല അല്ലെങ്കിൽ അത് പോരാ എന്ന് ചിന്തിക്കുന്ന
ജീവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടില്ല. സന്തോഷം കിട്ടില്ല വെച്ചാൽ അവർക്ക് കിട്ടിയത് പോരാ, തൃപ്തിയില്ല. ഒരാൾ നമുക്കൊരു മിഠായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളതിൽ സന്തോഷം കണ്ടെത്തും അല്ലേ? അപ്പോൾ ആ തന്നൂലോ അല്ലെങ്കിൽ അത് കിട്ടി എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും. പക്ഷെ ചിലവർക്കുണ്ട്, നമ്മളൊരു മിഠായി കൊണ്ടുപോയി കൊടുക്കുന്നത്, ഇതാപ്പം തന്നത്, ഇതപ്പം നന്നായതോ, ഇതിപ്പോൾ എന്താ 10 രൂപയുടെ മിഠായിയോ അല്ലെങ്കിൽ 10 പൈസ മിഠായിയോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് കാര്യത്തിലും തൃപ്തി ഉണ്ടാവില്ല. നമ്മളൊരു വസ്ത്രം എടുത്തു കൊടുത്താലോ, ഒരു ഭക്ഷണം നമ്മൾ വാങ്ങിച്ചു കൊടുത്താലോ, നമ്മൾ പുറത്തേക്കൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് കൊണ്ടുപോയാലോ, ഇതിലൊന്നും അവർ തൃപ്തി കാണില്ല കേട്ടോ. ആ തൃപ്തി കാണാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിൽ എന്ത് കിട്ടിയാലും തൃപ്തി പോരാ 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 എന്ന് ചിന്തിക്കുന്നത് കൊണ്ട്. അങ്ങനെയുള്ളവർ പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കാനായിട്ടും ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയും, അവർ കൂട്ടുകുടുംബത്തിൽ ജീവിച്ച, പണ്ട് കാലത്ത് ജീവിച്ച കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മോട് പറയുക. ഇന്നിപ്പോൾ കൂട്ടുകുടുംബങ്ങളില്ല, അണുകുടുംബങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു അച്ഛനും അമ്മയും മക്കളും മാത്രമാണ് ഉണ്ടാവുക, ചിലപ്പോൾ ഒരു മകനും ഭാര്യയും മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഈ മകനും ഭാര്യയും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കൊടുത്താലും ചിലപ്പോൾ കുറ്റങ്ങളായിരിക്കും. ചിലപ്പോൾ മരുമകൾ നന്നായിട്ട് നോക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതും കുറ്റങ്ങളായിരിക്കും. കാരണം അവർക്ക് എന്ത് കിട്ടിയാലും പോരാ പോരാ. അവരുടെ കുട്ടിക്കാലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകുടുംബത്തിൽ ജീവിച്ച ആ കാര്യങ്ങളിലാണ് അവർ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ കാലഘട്ടത്തിലാണ് കേട്ടോ. കാരണം അവരുടെ ഒരു മുത്തച്ഛൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് 4 അമ്മാവന്മാരും അല്ലെങ്കിൽ ചെറിയമ്മമാർ, വലിയമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരാൾ ഈ വയ്യാതിരിക്കുന്ന ആളുടെ അടുത്ത് തൈലം തേക്കാനും ഒഴിഞ്ഞു കൊടുക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ ഉണ്ടാവും. ഒരാൾ അടുക്കളപ്പണി ചെയ്യും, ഒരാൾ പുറംപണികൾ ചെയ്യും, അടുക്കിലും തുടക്കലും ഒരാൾ ചെയ്യും. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ പണി വിഭജിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കാണ് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഓരോരുത്തരും ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പേരും ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ച് ഈ അമ്മയും അച്ഛനും ആരോ വീട്ടിലുള്ള വെച്ചാൽ അല്ലെങ്കിൽ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി ചിലപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും ജോലിക്ക് പോവുക. അതിൽ നമുക്കൊരാളെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവർക്ക് ചെയ്തത് അല്ലെങ്കിൽ കിട്ടിയത് പോരാ ചെയ്തത് പോരാ എന്നുള്ള ഒരു പരാതി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങനെ എനിക്ക് അവൾ ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, ഇവങ്ങനെയെല്ലാം ഉണ്ടായിരുന്നത്, കല്യാണം കഴിഞ്ഞപ്പോൾ മാറി, അവൾ വന്നപ്പോൾ അവനാകെ മാറി, അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ 1-2 പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ അതെല്ലാം നിസ്സാരമായിട്ട് തള്ളിക്കളയും. പക്ഷെ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ ഈ നോക്കുന്നവർക്കും ദേഷ്യം വരും അല്ലേ? അപ്പോൾ അവർക്ക് നോക്കാനുള്ള മനസ്ഥിതി പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രായം കടന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കുന്നത് നമ്മുടെ മക്കളാണ്. അപ്പോൾ അവർ ചെയ്തു തരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ല വെച്ചാലും സന്തോഷമായിട്ട് ഇരുന്ന് അത് കിട്ടിയത് സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതിനും നമ്മൾ പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പോലും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് വരും കേട്ടോ. നമ്മുടെ ഒന്നും മനസ്സ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. മനസ്സ് എന്നല്ല, ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പെൺമക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ നോക്കാത്ത കാലഘട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് പറ്റുള്ളൂ. പക്ഷേ ആ മനസ്സുള്ളത് നമ്മൾ നശിപ്പിക്കരുത്. കുറച്ചെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരേണ്ടതെന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ടും അവരോട് നന്നായിട്ട് പെരുമാറാനായിട്ടും ശ്രമിക്കുക. അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അവർ കൂടുതലും നന്നായിട്ട് നമ്മളെ നോക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ ഒരു പരിധി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ട് 10, 90 അല്ലെങ്കിൽ 100 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ആ പണ്ടത്തെ മണ്ണും ഇന്നത്തെ മണ്ണും വ്യത്യാസമുണ്ട്. അതായത് പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം വ്യത്യാസമുണ്ട്. ഇന്ന് 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ല് തേയ്മാനം അതുപോലെ പലവിധ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് പ്രായമായവരെ നോക്കുന്നതിനേക്കാളും വയ്യായ്മ ചെറുപ്പക്കാർക്കായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പം നമ്മളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. നമ്മൾ ഒന്നിലും തൃപ്തിയില്ലാതെ എന്ത് കിട്ടിയാലും നല്ല നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയണില്ല വെച്ചാൽ ജീവിതം ബുദ്ധിമുട്ടിലായിത്തീരും. അപ്പോൾ അങ്ങനെയുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ചതാണ്, അല്ലെങ്കിൽ ഒരമ്മയും കഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഞാൻ ഭക്ഷണം കഴിക്കാതെ, അതായത് എനിക്ക് നേരത്തെ ഞാൻ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഞാൻ രോഗിയായിത്തീരുന്നു. അതായത് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് നമ്മുടെ ചിട്ടയില്ലായ്മ കൊണ്ടാണല്ലോ. അപ്പോൾ രോഗിയായി തീർന്നു. എന്നിട്ടും ഞാൻ രോഗിയായി തീർന്നത് എൻ്റെ മക്കളെ നോക്കിയത് കൊണ്ടാണ്. എൻ്റെ മക്കളെ ഞാൻ നോക്കിയത് കൊണ്ടാണ് എനിക്ക് അസുഖങ്ങൾ വന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു എന്ന രീതിയിൽ പറയുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശ്രദ്ധ, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആരോഗ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ എൻ്റെ വീട്ടിൽ ചിന്തിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്നാൽ പറയാറുണ്ട്,
ഞാനിവിടെ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ഓരോ രീതിയിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കും. ഹോട്ടലിൽ പോലെ പറയും ഇവിടെ കുട്ടികൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട് 3 തരത്തിലെങ്കിലും ഞാൻ ടിഫിൻ ഉണ്ടാക്കും. ചോറും കറിയും ഉപ്പേരി നമ്മുടെ വീട്ടിലില്ലാത്ത ദിവസങ്ങളുണ്ടാവില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അച്ചാർ, പപ്പടം ഇതെല്ലാം നമുക്കുണ്ടാവും. പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. ഇതിനിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ആ നേരത്തെ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ തെറ്റാണ്, നമ്മുടെ മക്കളുടെ തെറ്റല്ല, അല്ലെങ്കിൽ നമ്മളവരെ നോക്കുന്നത് കൊണ്ടല്ല. അപ്പോൾ നമ്മുടെ തെറ്റാണ് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാത്തത്. അവർ നമ്മളോട് പറയണില്ല നേരത്തെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ നേരത്ത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നമ്മളത് ചെയ്യാതെ പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കാനേ വേണം. ആരോഗ്യം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ചിട്ടയോട് കൂടി ജീവിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. നമ്മൾ ചിട്ടയോട് കൂടി ജീവിച്ചില്ല വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നോക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിട്ടയോട് കൂടി ജീവിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചില ഭക്ഷണങ്ങൾ നമുക്ക് ഇഷ്ടാവില്ല. അരി ഭക്ഷണം നമ്മൾ 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരും. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു ചട്ടുകം ചോറ് അല്ലെങ്കിൽ ഒരു പിടി ചോറ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് കഴിച്ചു. ബാക്കി 2 നേരം നമ്മൾ എന്തെങ്കിലും ഓട്സോ റാഗി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. അതുപോലെ കഞ്ഞിയും ചെറുപയറും കഴിക്കാം. അപ്പോൾ കഞ്ഞി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറിലോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തിട്ട് വിറകടുപ്പിൽ വെച്ച് വേവിക്കുമ്പോൾ നല്ല കൊഴുത്ത കഞ്ഞിയായിരിക്കും. അപ്പോൾ അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ ഇന്നൊക്കെ നമുക്ക് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല കൊഴുപ്പില്ലാത്ത കഞ്ഞിയൊക്കെ കിട്ടും. അല്ല നമ്മൾ കൊഴുപ്പുള്ള കഞ്ഞിയാണെന്ന് വെച്ചാൽ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ രീതികൾ. അപ്പോൾ ചിലരുണ്ട്, ചില അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ, അവർക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും അവർ കഴിക്കില്ല. അവർക്ക് അവരുടെ വായ്ക്ക് രുചിയുള്ളത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രുചിയുള്ളത് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അസുഖങ്ങൾ മാറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടി ഭക്ഷണം കഴിക്കാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേണമെങ്കിലും വേണ്ടെങ്കിലും അസുഖം ബാധിച്ചു, നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നേരത്തെ എന്തെങ്കിലും കുറച്ചെങ്കിലും കഴിക്കണം എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുക തന്നെ വേണം. നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമാണ് അത് പറ്റുള്ളൂ. അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ മക്കളെ പ്രസവിച്ചു അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വളർത്തി എന്നതുകൊണ്ട് അവർ നമുക്ക് എന്തും ചെയ്തു തരണമെന്ന് നമ്മൾ ശഠിക്കാനോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കാനോ പാടില്ല. കുറച്ചൊക്കെ നമ്മളും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെയും നമ്മുടെ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കാൻ പറ്റാതെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാതെ ഞാൻ അവർക്ക് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്കിങ്ങനെ അസുഖങ്ങൾ വന്നാൽ എനിക്ക് നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അവർ ചോദിക്കും, നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് നോക്കണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ നിങ്ങളോട് ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും മറുപടി പറയാനായിട്ടില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരെ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണമാണ് നമുക്കിങ്ങനെ അസുഖങ്ങൾ വന്നതെന്ന് പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല. നമ്മൾ നമ്മുടെ നേരത്തെ ചിട്ടയായി പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കുറച്ചൊക്കെ സമയം കണ്ടെത്തുക. സ്വയം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ആരോഗ്യപരമായിട്ട് മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊന്നും നമ്മൾ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാനും നമ്മുടെ ആരോഗ്യം നശിക്കാനും നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജനിപ്പിച്ചത് കൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. നമ്മൾ ശഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അവർ നോക്കിയത് തന്നെ ഭാഗ്യം എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇനി വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ വൃദ്ധസദനങ്ങളും അതുപോലെ തന്നെ ഹോം കെയർ പോലത്തെ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലും ഒരുപാട് വരേണ്ട ഒരു കാലഘട്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും കിട്ടിയതൊരു സന്തോഷം എന്ന് വിചാരിച്ച് അതുപോലെ നമ്മൾക്ക് നമ്മുടെ മക്കളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നതും അവരെ കടമകൾ ചെയ്യുന്നതും സന്തോഷം എന്നും അവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. മറിച്ച് നമ്മൾ അവരെ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കി നോക്കി അത് കാരണം ഞാൻ അസുഖബാധിതയായത് അല്ലെങ്കിൽ അസുഖകാരനായത് അതുകൊണ്ടാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത്, എനിക്ക് ജീവിതമൊന്നും ആസ്വദിക്കാൻ പറ്റാത്തത് നിങ്ങളെ നോക്കിയത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കാനുള്ള മനസ്ഥിതി പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനേ വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.